Watch full episodes on Jio Hotstar. ശരിക്കും നോക്ക്, ആരുമില്ല ഇവിടെ. എല്ലാവരും പതുക്കെ വാ. മോട്ടു സൂക്ഷിച്ച്. എന്റെ അമ്മോ, ഇത് അവനല്ലേ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ ആദ്യം കണ്ടവൻ. നിൽക്കൂ, പേടിക്കണ്ട. താങ്കൾ ചെയ്യുന്നത് നല്ല കാര്യമാണെന്ന് എനിക്ക് നന്നായി അറിയാം. എന്നെ കൊണ്ട് വലുതായൊന്നും സഹായിക്കാൻ കഴിയത്തില്ല, പക്ഷെ എനിക്ക് നിങ്ങളെ ഇവിടുന്ന് പുറത്ത് കൊണ്ടുപോകാൻ കഴിയും. പക്ഷേ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പുറത്തു പോകാൻ കഴിയില്ല. ഞാൻ നിങ്ങളെ സഹായിക്കുന്നത് മാഗ്നത്തോർ കണ്ടു കഴിഞ്ഞാലേ പിന്നെ എന്റെ കാര്യം നോക്കാം. എന്റെ കൂട്ടുകാരൻ ഓർത്തോസോ നിങ്ങളൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും. എല്ലാവരും എന്നോടൊപ്പം വരും. അവിടെ ചെന്നതിന് ശേഷം എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓർത്തോസോ ചെല്ല്. എന്റെ മൂൺ അയാൾക്ക് മനസ്സിലായി എന്നാ തോന്നട്ടാ. എവിടെ പോയി? താണ്ട് പോകുന്നു. എന്റെ മൂൺ അടിച്ചോണ്ട് പോകുന്നു. Out of bed. മുന്നില് മല പറക കുഴി. കാണോ ബെറ്റർ ബെഡ്. ചെല്ല്, എന്റെ മൂൺ തിരിച്ചു കൊണ്ടുവരും. ഇനി എങ്ങനെ രക്ഷപ്പെടും? മുകളിലേക്ക് ചാടിക്കോ. വെരി ഗുഡ്. യെസ്. പിടിച്ചോ കൂട്ടുകാരന്റെ ചങ്ങേന്റെ ബ്രോ, ഒന്ന് വേഗം പോ. കുതിരേ വേഗം പോ. വേഗം വേഗം. Jump. Yes. Very good. Super. നിനക്കൊന്നും അങ്ങനെ രക്ഷപ്പെടാനാവില്ല. എല്ലാവരും ജമ്പ് ചെയ്യ. അയ്യോ, നമ്മുടെ മൂൺ. എന്റെ മൂൺ എനിക്ക് തിരിച്ചു കിട്ടി. മോട്ടു, മൂൺ മാഗ്നത്തോറിന്റെ കയ്യിലേക്ക് പോയി. നമ്മൾ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. ഇപ്പൊ നമുക്ക് ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം. ഈയൊക്കെ എന്റെ മൂൺ എന്നിൽ നിന്ന് അടിച്ചോണ്ട് പോകാൻ നോക്കിയല്ലേ. ഇനി ഞാൻ നിങ്ങളുടെയൊക്കെ സൂര്യനെ അടിച്ചു മാറ്റാൻ പോവുക. സൂര്യനെ എനിക്ക് വേണം. ഞങ്ങളെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. മോട്ടുപത്തിലു, നിങ്ങൾ എല്ലാവരും ചേർന്ന് മാഗ്നത്തോറിനെ എങ്ങനെയെങ്കിലും തടഞ്ഞേ പറ്റൂ. മൗണ്ട് ഓഫ് മിസ്റ്റിക്കൽസിന്റെ പവറിലേക്ക് ചെല്ലൂ, അല്ലെങ്കിൽ അദ്ദേഹം സൂര്യനെയും കൊണ്ടുവരും. ഇവിടെ എന്തൊക്കെയാ സംഭവിക്കാന്ന് യാതൊരു പിടിയും ഇല്ല. അയാളെ നിർത്തണമെന്നാ ഞങ്ങളുടെ ആഗ്രഹം. പക്ഷെ അയാളുടെ കമ്പിന് അത്രത്തോളം ശക്തിയുണ്ടല്ലോ. അതുപോലത്തെ ഒരു ആയുധം ഞങ്ങളുടെ കയ്യിൽ ഇല്ലാത്തത് കാരണം അയാളെ തോൽപ്പിക്കുന്നത് വളരെ പാടാ. ആ ആയുധങ്ങളൊക്കെ വേറെ ആരുടേതുമല്ല, അദ്ദേഹത്തിന്റെ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ശക്തികൾ മുഴുവനും അദ്ദേഹത്തിൽ നിന്നും ആയത്തിലേക്ക് ട്രാൻസ്ഫർ ആകുന്നു. അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് ആയുധം എങ്ങനെയെങ്കിലും തട്ടിപ്പറച്ചു കഴിഞ്ഞാൽ ആ ശക്തികൾ മുഴുവനും കുറച്ച് സമയത്തേക്ക് ആയുധത്തിന്റെ അകത്തായിരിക്കും. ഏതെങ്കിലും ഒരു കമാൻഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആ ശക്തികൾ മുഴുവനും പ്രയോഗിക്കാം. ഐഡിയ. നമ്മൾ എങ്ങനെയെങ്കിലും അവന്റെ കയ്യിലുള്ള ആ ആയുധം എടുക്കണം. അതിനുശേഷം അതിന് കമാൻഡ് കൊടുത്ത് മൂണിനെ നമുക്ക് തിരിച്ചയക്കാം. പക്ഷെ നമ്മളെക്കാളും 10 മടങ്ങ് വലുതായിട്ടുള്ള ആ
സ്റ്റാഫിനെ നമ്മൾ എങ്ങനെ പോക്കും പറ്റുള്ളൂ? താങ്കൾ അതിനെക്കുറിച്ച് വിഷമിക്കൊന്നും വേണ്ട. ആ ആയുധത്തിന് ഒരു മഹത്വമുണ്ട്. അത് നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ മഹത്വം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. പക്ഷേ അതിനുശേഷം ആ മാഗ്നത്തോർ നിങ്ങൾ ആരെയും വെറുതെ വിടില്ല. ഒരു പ്രശ്നമല്ല. അറ്റ്ലീസ്റ്റ് ഞങ്ങളുടെ ഭൂമിയെ ഞങ്ങൾക്ക് രക്ഷിക്കാൻ കഴിയുമല്ലോ. വാവ്, നിങ്ങളെ പോലെയുള്ള ആളുകളെ ഞാൻ ആദ്യമായിട്ട് കാണുക. നിങ്ങളുടെ ഭൂമിയെ രക്ഷിക്കുവാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ജീവൻ പോലും നൽകാൻ തയ്യാറാണ്. വരൂ, സമയമില്ല. നിങ്ങൾ എല്ലാവരും ആർത്തോസിന്റെ കൂടെ ചെന്നോളൂ. ഞാൻ പുറകെ ഉണ്ടാവും. ആർത്തോസ്, ചെല്ല്. ഇവരെ മോണ്ട് ഓഫ് മിസ്റ്റിക്കൽ പവറിലേക്ക് കൊണ്ടുപോ. ഇവിടെ ഒന്നുമില്ല. ആ പഞ്ചതത്വമാല എവിടെ പോയി? മൈറ്റി മാഗ്നത്തോർ, ആ 5 തൂണുകളും 5 തത്വങ്ങളെ പ്രതികരിക്കുന്നതാണ്. കാറ്റ്, വെള്ളം, ആകാശം, അഗ്നി, പിന്നെ നിലവും. 100 വർഷത്തിൽ ഒരിക്കലാണ് നമുക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടുക. അപ്പൊ ഈ മലകളുടെ നടുവിൽ ഈ തൂണുകളുടെ ശക്തി പ്രതിഫലിക്കുന്നതാണ്. എല്ലാം ഒരേ സ്ഥലത്ത് കൂടുന്നതാണ്. വേഗം പോവാം. വരൂ, വരൂ, ഓടി വരൂ. വരൂ, നമുക്ക് ഈ പാറയിടപ്പുറത്ത് പോയി ഒളിച്ചിരിക്കാം. വയസ്സ് എന്താ ഇത്ര പെട്ടെന്ന് കാറ്റിത്ര ശക്തമായി അടിക്കുന്നത്? വയസ്സ്, ഇവിടെ എന്താണ് നടക്കുന്നത്? മൈറ്റി മാഗ്നത്തോർ, അവിടുന്ന് ശക്തി പുറത്തേക്ക് വരാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ അകത്തേക്ക് പോകാം. ഇവിടെ ഈ കാറ്റ് വീശുന്നത് വരെ നിങ്ങള് അകത്ത് തന്നെ ഉണ്ടായിരിക്കണം. അവിടുന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ ശക്തി അപ്പൊ തന്നെ നഷ്ടപ്പെടുന്നു. പിന്നെ ഒരിക്കലും നമുക്ക് ഈ കാറ്റ് കിട്ടാൻ സാധ്യതയില്ല. ഇനി മുതൽ ആ സൂര്യൻ എന്റെ മാത്രം സ്വന്തമാണ്. Lingam sir, start as planned. ഓക്കേ മോട്ടു. ഇളനീർ പട്ടാളമേ, ഗോ ആൻഡ് അറ്റാക്ക്. ചിങ്കം സാർ, ഞങ്ങളുടെ പൊസിഷൻ ഒന്ന് പറഞ്ഞു തരണേ. ഓ യെസ്, കമാൺ. ഇതിന്റെ താഴെ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ ചതഞ്ഞു പോകുന്ന ഒന്നല്ലേ പറ്റൂ. ഇതാരുടെ കയ്യിലേക്കാണോ പോകുന്നത്? അവരുടെ സൈസ് അനുസരിച്ച് ചെറുതാവും ഇത്. എനിക്ക് തോന്നുന്നു ഇതാണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി. മോട്ടു, വരൂ. സ്റ്റാഫ്, മൂണിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവാ. വേണ്ട, എന്റെ നമുക്ക് പോവാ ഇവിടുന്ന്. അവന്മാരെ പിടിക്ക്. അവന്മാരുടെ കയ്യിൽ എന്റെ മൂണാണുള്ളത്. Yes.
മോട്ടു അങ്ങോട്ട് നോക്ക്. മോട്ടു മൂണിനെ വിടരുത്. ഞങ്ങളും നിങ്ങളെ വിടുന്ന പ്രശ്നമില്ല. ഇന്ന വിട്ടു. പറ്റൂങ്കി ഒന്ന് പിടിക്കടാ. എവിടേക്കാ ഓടുന്നത്? നിങ്ങളെ വിടില്ല. നിക്ക്. ഇനി എത്ര സമയം കൂടി? കുറച്ച് സമയം കൂടെ ഉള്ളൂ. നിങ്ങൾക്കൊക്കെ അത്രയ്ക്കായോ? ഞങ്ങളുടെ സ്ഥലത്തേക്ക് വന്ന് ഞങ്ങളോട് തന്നെ ഏറ്റുമുട്ടാറായോ നിങ്ങള്? ഞങ്ങളുടെ ധൈര്യം ഇനി നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഗസിതാറാം തയ്യാറല്ലേ? തയ്യാർ. ഏയ് നിക്ക്. വാ വാ ഓടി വാ. എന്താ വീണ് പോയോ? ഞങ്ങളെ വന്ന് പിടിക്കണ്ടേ? നിങ്ങൾ എന്നെ കളിയാക്കുകയാണോ? നിങ്ങളെ വെറുതെ വിടാൻ പോകുന്നില്ല. Don't you fear when Chingam is here. ഇനി ഞാൻ ആ സൂര്യനെ സ്വന്തമാക്കും. പക്ഷേ എന്റെ പ്രിയപ്പെട്ട എന്റെ മൂൺ പതിലു, ഞാൻ ഇതാ വരുന്നു. ഇനി നീക്ക് എങ്ങനെ രക്ഷപ്പെടും? ഓടിക്കോ. എന്നെ പറ്റിക്കാമെന്ന് കരുതിയോ? ഇന്നാ പിടിച്ചോ. അറ്റാക്ക്. അല്ല ഇതിന്റെ പവർ. ഒരുപാട് സമയമായില്ലേ? അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇതിന്റെ പവർ മുഴുവനും ഇതിനകത്ത് നിന്ന് പുറത്തേക്ക് പോയിന്ന്. ഈ സ്റ്റഫ് അവന്റെ കയ്യിൽ വീണ്ടും കൊടുക്കണമെന്നാ തോന്നുന്നേ. കേക്ക്. എന്റെ സിക്ക്. ഓടി രക്ഷപ്പെട്ടോ? സ്റ്റാഫിനകത്ത് ശക്തി വീണ്ടും വന്നിരിക്കുന്നു. പതിലു, എന്റെ മൂൺ എനിക്ക് മര്യാദയ്ക്ക് തിരിച്ചേരുന്ന ആള് നിങ്ങൾക്ക് നല്ലത്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കൊതുകിനെ ഞെരുക്കുന്ന പോലെ ഞെരുക്കിക്കളയും. എന്നാ വാ. എവിടെയാണ്? ധൈര്യം ഉണ്ടെങ്കിൽ പുറത്തു വാ. ആ ഇപ്പം വന്ന് നിന്റെ ധൈര്യം എന്താന്ന് കാണിച്ചിട്ട് ആ മൂണെടുത്തോണ്ട് പോവാൻ നോക്ക്. അല്ല, എവിടെയാണ് നീ? ഞാതാ ഇവിടെ നിൽക്കുന്നു. എന്നെ മണ്ടനാക്കാൻ നോക്കുകയാണോ? എവിടെയാണെന്ന് പറ. നമ്മള് മാഗ്നത്തോറിന് തന്നെ ഒരു പണി കൊടുത്തല്ലോ. വീണാട് എഴുന്നേക്കുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ പോകണം. വേഗം വാ. നമുക്ക് രക്ഷപ്പെടാം. Watch India's largest kids library only on Jio Hotstar. Download the app now.